ഹായ് മൈ ഡിയേഴ്സ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി ഫേസ് പാക്കുമായിട്ടാണ്. 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എല്ലാ ഫേസ് പാക്കുകളും 100% എഫക്റ്റീവ് തന്നെയാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. എനിക്ക് റിപ്പീറ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അടിപൊളി ഫേസ് പാക്കാണ്. അപ്പം ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാഗിയാണ്. അതായത് ഊരവ്, അതുപോലെ തന്നെ റാഗി, അങ്ങനെ പലയിടത്തും പല പേരുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് റാഗി എന്നാണ്. അപ്പോൾ അതിൻ്റെ സീഡാണിത്. എന്താ പറയുന്നത്, നമ്മളിത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, കുഞ്ഞു വാവകൾക്ക് കൂർക്കുണ്ടാക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പിന്നെ ഫുഡിനകത്ത് ഈ ഡോക്ടേഴ്സ് തന്നെ റാഗി ഉൾപ്പെടുത്താൻ പറയുന്നുണ്ട്. എന്താ പറയുക, പുട്ടായിട്ടും അതുപോലെ ഇഡ്ഡലിയായിട്ടും ദോശയായിട്ടും ഒക്കെ റാഗി കഴിക്കാൻ നമ്മളോട് ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്. അതുപോലെ ഗുണമുള്ളതാണ് നമ്മളുടെ ശരീരത്തിനകത്തും അതുപോലെ തന്നെ പുറത്തും സ്കിന്നിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് റാഗി വെച്ചൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്? ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നല്ലൊരു എഫക്റ്റീവ് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾക്ക് നമ്മുടെ റാഗി ഇല്ല, അതായത് ഊരവ് റാഗി, അത് പിന്നെ ഫ്രഷ് സീഡല്ലേ. അപ്പം നമ്മൾക്കതൊന്ന് മിക്സിയിലിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ നമ്മൾക്കിങ്ങനെ മേടിക്കാനല്ല, നമുക്കിങ്ങനെ പൊടിയായിട്ട്, അതായത് പുട്ടുപൊടിയായിട്ടും സ്പ്രൗട്ടഡ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് മേടിക്കാൻ വേണ്ടി. നമ്മൾക്ക് ഏത് രീതിയിലാണെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അത് കിട്ടിയത് കൊണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലല്ലോ, ഇപ്പോൾ അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ മനസ്സിലാവത്തില്ലല്ലോ ഈ റാഗി എന്താണെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതും വേണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ് കടലപ്പൊടി, കടലമാവ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് തൈരാണ്, കുറച്ച് തൈര്. അതുപോലെ തന്നെ പിന്നെ ചേർക്കുന്നതാണ് കുറച്ച് ഗ്ലിസറിൻ. കുറച്ച് റാഗിപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് നമ്മളുടെ കടലമാവ്, അത് കടലമാവ് ആയിക്കോട്ടെ, കടലമാവ് ഇടുന്നതാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട്. നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും ഗോതമ്പ് പൊടി വേണമെങ്കിലും കടലമാവ് ഇല്ലാത്തവർക്ക് അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കടലമാവ് നമുക്കറിയാമല്ലോ, എല്ലാ ഫേസ് പാക്കിലും എന്താ പറയുന്നത്, ഒട്ടുമിക്ക ഫേസ് പാക്കിലും അത് സത്യം തന്നെയാണ്, 100% സത്യം തന്നെയാണ്. കടലമാവ് തന്നെ തേച്ചാലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടി നല്ലൊരു ഫേസ് പാക്കാണ് കടലമാവ്. ഒരുപാട് കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് കടലമാവിൽ. ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അതുപോലെ തന്നെ വേണ്ടതാണ് നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ. ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മുടെ കയ്യിൽ പച്ച ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ജ്യൂസ് എടുത്തിട്ട് ഇട്ടാലും മതി. അല്ലാതെ തന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ കുക്കുംബറിൻ്റെ നീര്. അതിപ്പം നമ്മൾക്ക് എന്താ പറയുന്നത്, വെള്ളത്തിന് പകരം അല്ലെങ്കിൽ റോസ് വാട്ടറിന് പകരം നമ്മൾക്ക് ഇങ്ങനത്തെ വെജിറ്റബിൾസിൻ്റെ നീര് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നതാണ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമുക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് ഗ്ലിസറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്കറിയാം, 100% നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പോസ്, അതായത് ഒരു 10-35 വയസ്സിന് ശേഷം നമ്മുടെ മുഖത്തിൽ നന്നായിട്ട് റിങ്കിൾസും അതുപോലെ തന്നെ ഒരു തന്നെ പോസ്, അതുപോലെ തന്നെ കുറച്ച് ചെറിയ സുഷിരങ്ങൾ, അതായത് നമ്മൾ സൂമാക്കി വെച്ചാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കൂട്ടമുള്ള പോകുന്നതിനൊക്കെ ഗ്ലിസറിൻ 100% എഫക്റ്റീവാണ്. അപ്പം പറഞ്ഞു പോയി. അപ്പം ഗ്ലിസറിനും അതുപോലെ തന്നെ കുറച്ച് റാഗി, അതുപോലെ തന്നെ കുറച്ച് കടലമാവ്, കുറച്ച് ബീറ്റ്റൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ മതി, കുറച്ച് ഗ്ലിസറിൻ, അതുപോലെ തന്നെ കുറച്ച് തൈര്. അപ്പം ഞാനിത് നന്നായിട്ട് ലൂസാക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. കാരണം ചില നല്ല കട്ടിക്ക് പുരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് അത് കുറച്ച് നന്നായിട്ട് സ്കിന്നിൽ നല്ല ഫിറ്റായിട്ടിരുന്നോളും. അപ്പോൾ ഞാൻ ഇച്ചിരി ലൂസായിട്ടുള്ള, ഞാൻ ഇച്ചിരി തിക്ക് പേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ അതായിരിക്കും നമ്മുടെ സ്കിന്നിന് കുറച്ച് നേരം കൂടുതൽ എഫക്റ്റീവായിട്ട്. അപ്പോൾ പിന്നെ ഉണ്ട്, നമ്മൾ ഇച്ചിരി ഡ്രൈ ആകുമ്പോഴത്തേനും ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് നനച്ച് കൊടുക്കണം. അത് വെള്ളം തന്നെ വേണമെന്നില്ല. ഇപ്പോൾ തൈരാണെങ്കിലും അതെങ്കിൽ കുറച്ച് മിൽക്ക് ആണെങ്കിലും കുറച്ച് റോസ് വാട്ടർ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഡയലൂട്ട് ചെയ്തിട്ട് ഒന്ന് നമുക്കൊന്ന് നനച്ച് ഫേസിൽ ഇങ്ങനെ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒപ്പിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് അബ്സോർവ് ചെയ്യും. അതായത് പിന്നെ അതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫാനൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഒന്നും കൂടെ അതിനെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യാനുള്ള സാവകാശം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് നല്ല രീതിയിൽ നമ്മുടെ മുഖത്താണോ എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യം അവിടെ നല്ല രീതിയിൽ നമുക്ക് തേച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, പേസ്റ്റ് പോലെ എന്താ പറയുക, നല്ല ടൈറ്റ് ആയിട്ടൊരു ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഫേസ് പാക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ നമ്മുടെ എവിടെയാണോ ശരീരത്ത് വേണ്ടത് അവിടെ തേച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം നമ്മൾക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് 100% എഫക്റ്റീവാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു മിറാക്കിൾ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ
എപ്പോഴും തേച്ച് കൊടുക്കും അങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കാതെ നമ്മളൊരു പയ്യെ ഒരു സ്കിന്നിലൊരു അതായത് അങ്ങ് ഭാഗലല്ല അല്ലെങ്കിൽ മുറുക്കയല്ല ഒരു പയ്യെ ഒരു സ്മൂത്തനിങ് ആയിട്ടൊരു മസാജും കൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അടിപൊളി റിസൾട്ട്. ഒരു 10-15 മിനിറ്റ് വെച്ച ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരിക. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഡ്രൈ ആയിട്ടുള്ള ആ ക്ലിപ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തതിന് ശേഷമുള്ള ഇതാണ്. കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ബ്രൈറ്റ്നെസ് കൈക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഞാനിത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും.